ആവേശം അലകടലായി ഉയരുന്ന അന്തരീക്ഷത്തിലേക്കാണ് കെ.പി.സി.സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരളയാത്ര കടന്നെത്തിയത്. കടുത്തുരുത്തിയിലെ വഴിയോരങ്ങളെല്ലാം മൂവർണ്ണക്കൊടികളാൽ വർണ്ണശോഭ വിതറി നിൽക്കവെയാണ് കേരളയാത്ര കടന്നെത്തിയത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുഴുവനും യു.ഡി.എഫിലെ ഘടകകക്ഷി നേതാക്കന്മാരും കെ.പി.സി.സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയെ സ്വീകരിക്കാനായി കടുത്തുരുത്തിയിൽ എത്തിച്ചേർന്നിരുന്നു. ആയിരക്കണക്കായ കോൺഗ്രസ് പ്രവർത്തകരുടെ നാവുകളിൽ നിന്നും ഉയർന്ന മുദ്രാവാക്യങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തോടൊപ്പം ഡി.സി.സി പ്രസിഡന്റ് ടോമി കല്ലാനിയും രാജ്മോഹൻ ഉണ്ണിത്താനുമടക്കമുള്ള നേതാക്കൾ തുറന്ന വാഹനത്തിൽ കടുത്തുരുത്തിയുടെ സ്വീകരണ പരിപാടികളിലേക്ക് എത്തിച്ചേർന്നത്. എംപിമാരായ ജോസ് കെ മാണി, ആന്റോ ആന്റണി, മുൻ മന്ത്രിയും കടുത്തുരുത്തി എം.എൽ.എയുമായ മോൻസ് ജോസഫ് എന്നിവരടക്കം ചേർന്നാണ് രമേശ് ചെന്നിത്തലയെയും കേരളയാത്രയെയും സ്വീകരിച്ചത്. കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾക്ക് ശേഷമാണ് രമേശ് ചെന്നിത്തല മാർക്സിസ്റ്റ് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെയും മാർക്സിസ്റ്റ് നിലപാടുകൾക്കെതിരെയും തുറന്നടിച്ച പ്രസംഗം നടത്തിയത്. വാദ്യമേളങ്ങളും കൊടിതോരണങ്ങളും ചേർത്ത ഉത്സവ ഛായയിലായിരുന്നു കടുത്തുരുത്തിയിൽ കേരളയാത്രയ്ക്ക് നാട് ആതിഥ്യമരുളിയത്. സ്വീകരണ സമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി.എം. പോൾ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസിന്റെയും കെ.എസ്.യുവിന്റെയും സേവാദളിന്റെയും മറ്റ് പോഷക സംഘടനകളുടെയും ജില്ലാ ഭാരവാഹികളടക്കം സ്വീകരണ പരിപാടിയിൽ എത്തിച്ചേർന്നിരുന്നു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ നിറസാന്നിധ്യവും പ്രകടമായിരുന്നു. കുറവലങ്ങാട്ട് നിന്ന് കെ.പി.സി.സി അംഗം ടി. ജോസഫ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തങ്കച്ചൻ കാവുങ്കൽ, കോൺഗ്രസ് നേതാക്കളായ ബേബി തൊണ്ടാങ്കുഴി, എൻ.ഡി. തോമസ്, കരുണാകരൻ, ജോബോയ് ജോർജ്, ജിൻസൺ ചെറുമല തുടങ്ങിയവരുടെ നേതൃത്വത്തിലും ഞീടൂരിൽ നിന്ന് എൻ. മണിലാൽ, ചെറിയാൻ കെ. ജോസ്, ശ്രീലേഖ മണിലാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലും മരങ്ങാട്ടുപള്ളിയിൽ നിന്നും ഹോർമിസ് ജേക്കബ്, ബെന്നി കുറുങ്ങണ്ണി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുമാണ് കോൺഗ്രസ് പ്രവർത്തകർ എത്തിച്ചേർന്നത്. വിവിധ മണ്ഡലം പ്രസിഡന്റുമാരും പോഷക സംഘടനാ പ്രതിനിധികളും പ്രവർത്തകർക്ക് നേതൃത്വം നൽകി കേരളയാത്ര എത്തും മുമ്പേ തന്നെ കടുത്തുരുത്തിയിൽ എത്തിച്ചിരുന്നു. ഉഴവൂരിൽ നിന്നും മണ്ഡലം പ്രസിഡന്റ് ടോമി, കോൺഗ്രസ് നേതാക്കളായ പ്രകാശ് വടക്കേൽ, നൂജൻ ജോസഫ്, ഡോക്ടർ സി.ജെ. ജോസഫ് തുടങ്ങിയവരാണ് പ്രവർത്തകർക്ക് നേതൃത്വം നൽകിയത്.